എന്റെ പേര് മുസ്തഫ, ഞാൻ വെട്ടത്തൂര്, ഈ സ്ഥലക്കാരനാണ്. എന്റെ ചോദ്യം, നമ്മൾ ഈ രൂപത്തിലുള്ള പരസ്പരം ഒരു പരിപാടി കൊണ്ട് കൂടുതൽ ഉപകാരമുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആരും മുന്നോട്ട് വരുന്നില്ലല്ലോ. ഈ ഇവിടെയുള്ള വെട്ടത്തൂരിലുള്ള സുന്നികളോട് അത് നിങ്ങൾക്ക് എവിടെ നിന്നും കൊണ്ടുവരാം. നിങ്ങളെ കമ്മിറ്റിയിൽ ഏത് പ്രദേശത്തുള്ള ആരാണെങ്കിലും ശരി, ഈ പ്രദേശത്തുള്ള ആളുകളോ എവിടുത്തെ ആളുകളാണെങ്കിലും ഫേസ് ടു ഫേസ് ഒരു സദസ്സിൽ 2 സ്റ്റേജ് കെട്ടി, അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ ഏതെങ്കിലും ഒരു റൂമിൽ വെട്ടത്തൂരിൽ വെച്ച് ഇങ്ങനെ ഒരു ഫേസ് ടു ഫേസ് മുഖാമുഖം നടത്താൻ നിങ്ങൾ തയ്യാറുണ്ടോ? 100% തയ്യാർ, 100% തയ്യാർ, 100% തയ്യാർ. ഒരു സംശയമില്ല. ഒന്ന് രണ്ട് ഡിമാൻഡ് ഉണ്ട്. നാട്ടിലൊക്കെ കേട്ടോളി. നാട്ടിലൊക്കെ നിങ്ങൾ ഏറ്റെടുക്കണത്. ഞങ്ങൾ തയ്യാറായി പ്രഖ്യാപിച്ചു, നിങ്ങൾ ഏറ്റെടുക്കണം. ഇനി പിന്നെ പോകാൻ സമ്മതിക്കരുത്. 1-2 ഡിമാൻഡ് ഉണ്ട്. 2 സ്റ്റേജ് അല്ല, ഒറ്റ സ്റ്റേജ്. ഞാൻ ഏറുകയാണെങ്കിൽ എല്ലാവർക്കും ഉള്ളൂ. അത് ഒറ്റ സ്റ്റേജ്. 2 സ്റ്റേജ് ആയ ഏറ് ഒരു ഭാഗത്തേക്ക് മാത്രമാവും. അപ്പൊ ഒറ്റ സ്റ്റേജിൽ വരട്ടെ. രണ്ടാമത് ഞങ്ങൾ ആഗ്രഹം ഇവിടെ പ്രസംഗിച്ച അലവി സഖാഫിനെ കിട്ടണം എന്നാണ്. കാരണം അയാളിപ്പോ അധികം വരാറില്ല. പണ്ട് മണ്ണാർക്കാട് വന്ന് പോയിട്ട് പിന്നെ അയാള് വല്ലപ്പുഴയിൽ വന്നു. അവിടുന്ന് അയാൾ പ്രഖ്യാപിച്ചു എല്ലാ മൗലിദും ശരിയല്ല, അങ്ങനെ ഞങ്ങളാരും വിചാരിക്കണ്ട, വിശ്വസിക്കണ്ട എന്ന് പ്രഖ്യാപിച്ച് മുമ്പിൽ പോയി. അതിനുശേഷം ഇന്നേ വരെ നിങ്ങൾ ഈ പറഞ്ഞ രൂപത്തിൽ അലവി സഖാഫിയെ കണ്ടിട്ടില്ല. എന്നാൽ ഞങ്ങളൊക്കെ അൽഹംദുലില്ലാഹ് ഇക്കഴിഞ്ഞ മാസം പോലും അങ്ങനെ ഇരുന്ന് സംവാദം നടത്താൻ പങ്കെടുക്കാൻ തൗഫീഖ് കിട്ടിയ മനുഷ്യന്മാരാണ്. ജനുവരി 24-ാം തീയതി, ഒരു മാസം കഴിഞ്ഞിട്ടില്ല. അതിനു മുമ്പും ഒരുപാട് വേദികളിൽ പല മുസ്ലിയാക്കന്മാരുമായിട്ട് ആ നിലയ്ക്ക് ഇരിക്കാൻ അൽഹംദുലില്ലാഹ് തൗഫീഖ് ചെയ്തു. സ്വീകരിക്കുമാറാവട്ടെ. അലവി സഖാഫിയെ നമ്മൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് അലവി സഖാഫിയെ കിട്ടുമെങ്കിൽ അതിനാണ് 1-ാം പരിഗണന. നിങ്ങൾ അലവി സഖാഫിന്റെ ആളാണോ മറ്റേ സമസ്ത എനിക്കറിയില്ല, അല്ലാഹു അഅലം. ഏതായാലും ആ നിലയ്ക്കുള്ള ആളുകൾ, മുമ്പിൽ നിൽക്കുന്ന ആളുകൾ വരട്ടെ. എന്നിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് റൂമൊന്നും വേണ്ട. നമുക്ക് ഈ നാട്ടിലേക്കൊക്കെ കേൾക്കാൻ പറ്റണം. ആണും പെണ്ണും അടക്കം ഈ വെട്ടത്തൂര് മഹലിലുള്ള വേണി പരിസര പ്രദേശത്തുമുള്ള എല്ലാ മനുഷ്യന്മാർക്കും കേൾക്കാൻ അവസരം കൊടുക്കുക. ഞങ്ങൾ ഡിമാൻഡ് ഒറ്റ സ്റ്റേജ്, 2 കൂട്ടം പണ്ഡിതന്മാരും ആ സ്റ്റേജിൽ ഇരിക്കുന്നു. ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളും ആണു പെണ്ണു വ്യത്യാസമില്ലാതെ ഈ പ്രദേശത്തെ എല്ലാ മനുഷ്യന്മാരും പങ്കെടുക്കുന്നു. എന്നിട്ട് 2 ഭാഗത്തുമുള്ള പണ്ഡിതന്മാർ വിഷയം അവതരിപ്പിച്ച് സംസാരിക്കുന്നു. ശേഷം ആ കൂടിയ ആളുകളിൽ ആർക്കെങ്കിലും ഈ 2 വിഭാഗം പണ്ഡിതന്മാരിൽ ആരോടെങ്കിലും സംശയം ചോദിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിനും കൂടി അവസരം കൊടുക്കണം. ഈ നാട്ടിലുള്ള മനുഷ്യന്മാർക്ക് 2 പണ്ഡിതന്മാർ ഒപ്പരിക്കണല്ലോ. അതുകൊണ്ട് ഒരാൾ പറയാ എന്റെ ചോദ്യം മുജാഹിദ് പക്ഷത്തെ ഇന്നാളോടാണ്, അല്ലെ എന്റെ ചോദ്യം അലവി സഖാഫിനോടാണ് എന്ന് പറഞ്ഞ് ചോദിക്കട്ടെ. ആ ചോദ്യത്തിന് അലവി സഖാഫി മറുപടിയും പറയട്ടെ. ആ മറുപടി കേട്ട് കഴിയുമ്പോൾ അയാൾ ചോദിക്കാതെ ഞാൻ ഈ മറുപടി കേട്ടു, ഇതേപ്പറ്റി നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്, അപ്പൊ ഞാൻ എനിക്കും പറയാം. അങ്ങനത്തെ ഒരു വേദി ഈ നാട്ടിലെ എല്ലാ മനുഷ്യന്മാരും പങ്കെടുക്കും. അത് പറയാൻ കാരണം വെച്ചാൽ നടന്ന സംവാദങ്ങളിലൊന്നും പിന്നെ അവസാനം വരുമ്പോൾ നാട്ടിലുണ്ടാവില്ല. പിന്നെ കുറച്ച് ഇറക്കുമതി ചെയ്ത കുറച്ച് ആൾക്കാർ. അപ്പൊ അവസാനം നടന്നു കഴിഞ്ഞ മാസം കണ്ണൂർ ജില്ലയിലെ കമ്പിൽ വെച്ച് ഒരു വാദപ്രതിവാദം നടന്നു. MT പിന്നെ അബൂബക്കർ ദാരിമിയും അതേപോലെ സലീം ഫൈസി ഇർഫാനിയും അടക്കമുള്ള EK വിഭാഗം സമസ്തയിലെ പണ്ഡിതന്മാരാണ് അവിടെ വന്നത്. അതിന് സീഡ് ലഭ്യമാണ്. നാളെ പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റലിന് സമീപമുള്ള ഗ്രൗണ്ടിൽ വെച്ച് ആ കമ്പിൽ സംവാദ ദൃശ്യങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് തന്നെയുള്ള ഒരു വിശദീകരണവും റിഫാഴി മാലയുടെ ഒരു പോസ്റ്റ്മോർട്ടവും ഇൻഷാ അല്ലാഹ് നാളെ മഗ്‌രിബിന് ശേഷം പെരിന്തൽമണ്ണയിൽ നടക്കുന്നുണ്ട്. അവിടെ മൗലാന ഏതായാലും പോസ്റ്റ്മോർട്ടം ഉണ്ടാവും. അതിന് ഇപ്പോൾ നാളെ ഇൻഷാ അല്ലാഹ് റിഫാഴി മാല പോസ്റ്റ്മോർട്ടം ചെയ്യുകയാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും വരുന്നത് സാന്ദർഭികമായി സൂചിപ്പിക്കുന്നു. അവിടെ പോലും ആ സംവാദത്തിൽ നമ്മൾ നിശ്ചയിച്ചിരുന്നത് 50 വീതം ശ്രോതാക്കൾ. പക്ഷെ ആ 50 ശ്രോതാക്കളിൽ ഞങ്ങളുടെ ഭാഗത്ത് തീർച്ചയായും ഞങ്ങൾക്ക് പറയാൻ കഴിയും, അതിൽ ഏകദേശം 75% ഏകദേശം 30-35 ആളുകൾ ആ നാട്ടിലെ സാധാരണ പ്രവർത്തകന്മാരാണ്. മറുഭാഗത്ത് വന്നതോ ഏകദേശം 90% മുസ്ലിയാക്കന്മാരായിരുന്നു. അപ്പൊ ആ ഒരു അവസ്ഥ ഉണ്ടാകും. ഈ പ്രദേശത്തെ ആണുപെണ്ണ് വ്യത്യാസമില്ലാതെ സുന്നി മുജാഹിദ് നമ്മൾ എണ്ണം തയ്ക്കൊന്നും വേണ്ട. പക്ഷെ എല്ലാവരും ഇരിക്കട്ടെ. മുജാഹിദ് ഇത്ര സുന്നി ഇത്ര ഒന്നും വേണ്ട. ഈ നാട്ടിൽ ഇതേപോലെ സദസ്സാണ് ഇരിക്കട്ടെ. എല്ലാവരും അതിൽ സുന്നി മുജാഹിദും ജമാഅത്തും ഒക്കെ എല്ലാവരും ഉണ്ടാകും. കുടുംബങ്ങളൊക്കെ ഒന്നിച്ചാണ് ഇരിക്കട്ടെ. സ്ത്രീകളും ഒരു ഭാഗത്തിരിക്കട്ടെ. 2 ഭാഗത്തെ പണ്ഡിതന്മാരും സ്റ്റേജിൽ ഒന്നിരിക്കട്ടെ. 2 ഭാഗത്തെ പണ്ഡിതന്മാരും വിഷയം അവതരിപ്പിച്ച് നിശ്ചയിക്കപ്പെട്ട സമയം സംസാരിക്കട്ടെ. അതിനുശേഷം സദസ്സിൽ നിന്ന് ആർക്കു വേണമെങ്കിലും ഇതേപോലെ മൈക്കെടുത്ത് ചോദ്യങ്ങൾ ഉന്നയിക്കാൻ അവസരം കൊടുക്കട്ടെ. അങ്ങനത്തെ ഒരു വേദി ഇൻഷാ അല്ലാഹ് സംഘടിപ്പിക്കാൻ ഞങ്ങൾ ഒരുപാട് കാലമായി ആഗ്രഹിക്കുന്നു. പല സ്ഥലത്തും ഇത് ഉന്നയിച്ചുകൊണ്ട് ഞങ്ങൾ കത്തും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത് തന്നെ ഈ മണ്ണാർക്കാട് അടുത്ത് കുന്തിപ്പുഴയിൽ ഈ ആവശ്യം വെച്ചുകൊണ്ട് കത്ത് കൊടുത്തു. EK വിഭാഗം സുന്നിക്കായിരുന്നു. പക്ഷെ അവസാനത്തെ കത്തും കൊണ്ട് പോയിട്ട് 2 മാസമായി മറുപടി കിട്ടിയിട്ടില്ല.
അപ്പൊ അതുകൊണ്ട് അത് ഇനി ആവർത്തിക്കരുത്. നിങ്ങൾ ഇവിടെ പ്രഖ്യാപിച്ചതിക്ക് ഞങ്ങൾ ഏറ്റെടുത്തു. ഇനി അതിന് വേറെ കുറെ ഉപായങ്ങൾ പറഞ്ഞ് അതിന് വ്യവസ്ഥ അതിനിങ്ങനെ എന്ന് പറഞ്ഞ് കുറെ പിന്നെ കുരുമാരുണ്ടാക്കിയിട്ട് കെട്ടിക്കുടുക്കുണ്ടാക്കിയിട്ട് ഇത് ഇല്ലാതാക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് പിന്നെ രണ്ടു കൂട്ടർക്കും സൗകര്യത്തിന്റെ ഡേറ്റ് കണ്ട് ആ ഡേറ്റ് ഇൻഷാ അല്ലാഹ് പറ്റുമെങ്കിൽ ഈ ഗ്രൗണ്ടിൽ തന്നെ ആയിക്കോട്ടെ, ഇങ്ങനത്തെ ഗ്രൗണ്ടിലോ ഇതിനേക്കാളും വലിയ ഗ്രൗണ്ട് ഇവിടെ ഉണ്ടോ അവിടെ ആയിക്കോട്ടെ. അങ്ങനെ നമുക്ക് ഒന്നിച്ച് നാട്ടുകാർ മൊത്തം പങ്കെടുക്കുന്ന ഒരു ആ നിലക്കുള്ള ഫേസ് ടു ഫേസ്, നിങ്ങളെ ഭാഷയിൽ പറഞ്ഞാൽ തന്നെ ആ ഫേസ് ടു ഫേസ് ഇൻഷാ അല്ലാഹ് സംഘടിപ്പിക്കാം. ഞങ്ങൾ 100 വട്ടം തയ്യാറാണ്. അപ്പോ ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങളിപ്പോ പറഞ്ഞല്ലോ വ്യവസ്ഥകളൊന്നും വേണ്ട, വ്യവസ്ഥകൾ വേണം. ഏത് കാര്യത്തിനും വ്യവസ്ഥകൾ ഉണ്ടാവും. ആ വ്യവസ്ഥകൾ പ്രകാരമുള്ള എത്രയും അടുത്ത ഏത് സമയത്താണ് നിങ്ങൾക്ക് നടത്താൻ താല്പര്യമെങ്കിൽ ആ താല്പര്യമുള്ളത് വെട്ടത്തൂരിലുള്ള താജുദ്ദീൻ സലാഹിയോ മറ്റോ നിങ്ങൾ അതിന് ചുമതലപ്പെടുത്തണം. വളരെ അടുത്തൊരു സമയത്ത് നമുക്കത് നടത്തുകയും ചെയ്യാം. ചുമതലപ്പെടുത്തി ഏറ്റവും അപ്പോ അത് നമുക്ക് വെട്ടത്തിൽ വെച്ച് നടത്താം. ഈ വ്യവസ്ഥ നമ്മൾ കൂടുന്ന സമയത്ത് ഞങ്ങൾ താജുദ്ദീൻ സലാഹിയുമായിട്ട് ബന്ധപ്പെടാം. ഇത് കൂടുന്ന സമയത്ത് പൊതുജനം ഇതിന് ബുദ്ധിമുട്ടാകുമെങ്കിൽ, എന്തെങ്കിലും അപശബ്ദങ്ങൾ ഉണ്ടാകുമെന്ന് തോന്നുന്ന പക്ഷം നമുക്ക് രണ്ടു കൂട്ടർക്കും പണ്ഡിതന്മാർക്ക് തന്നെ ഇരിക്കാമല്ലോ. എന്തിനാ നിങ്ങൾ ഭയപ്പെടുന്നത്? ഓക്കെ, സദസ്സിൽ തന്നെ ആവാം. അപ്പോ വൈകാത്തൊരു സമയം നിങ്ങൾ താജുദ്ദീൻ സലാഹിയോട് പറഞ്ഞ് അത് സെറ്റപ്പ് ചെയ്യാം. അല്ല, നിങ്ങൾ പറയുന്ന ഏത് സമയത്ത് ഞങ്ങൾ വേണ്ടി ഏത് ഡേറ്റും കുഴപ്പമില്ല. നിങ്ങൾക്ക് പറ്റുന്ന ഏത് ഡേറ്റും നിങ്ങൾ പറഞ്ഞോളൂ. ഞങ്ങൾ ഒഴിവില്ലെങ്കിൽ ഒഴിവുണ്ടാക്കി വരും ഇൻഷാ അല്ലാഹ്. ഇതൊരു പ്രഹസനമായി അല്ലല്ല, ഒരിക്കലുമില്ല. ഇതൊരു പ്രഹസനമായ മാറ്റം. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പൊതുജന ബാഹുല്യം നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണ്? പക്ഷെ ഞങ്ങൾക്ക് താല്പര്യക്കുറവൊന്നുമില്ല, മനസ്സിലായി. പൊതുജന ബാഹുല്യമല്ല പ്രശ്നം. സാധാരണക്കാർ കേൾക്കട്ടെ. സാധാരണ ഇത്തരം വേദികളിൽ അവർക്ക് അവസരം കിട്ടാറില്ല. അതുകൊണ്ടാണ് സാധാരണക്കാർ വരട്ടെ. വെട്ടത്തൂരും പരിസരത്തുമുള്ള നിങ്ങൾ വേണമെങ്കിൽ ലിമിറ്റ് വെച്ചോളി. ഇനി ബാഹുല്യമുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ ലിമിറ്റ് വെച്ചോളി. ഈ പഞ്ചായത്തിന് വരാൻ പാടുള്ള വെച്ചോളി, ഒരു കുഴപ്പമില്ല. ഈ വെട്ടത്തൂര് പഞ്ചായത്ത് അല്ലെങ്കിൽ ഇവിടെ ഏറെ പഞ്ചായത്ത് എനിക്കറിയില്ല, ആ നിലയ്ക്ക് ഈ പഞ്ചായത്തോ അല്ലെങ്കിൽ 2, 3, 4 മഹല്ലോ നിങ്ങൾ ഒരു പരിധി വെച്ചോളി. ഇപ്പൊ ഈ മഹലിന് മെമ്പർഷിപ്പ് ഉള്ള എല്ലാവരും അങ്ങനെ വെച്ചോളി. അതിന്റെ ബാഹുല്യം ഇല്ലല്ലോ. ഈ മഹലിന് മെമ്പർഷിപ്പ് എത്ര ഉണ്ടാകുക? ഒരു കണക്കുണ്ടാവുമല്ലോ. ആ മെമ്പർഷിപ്പുള്ള എല്ലാ മനുഷ്യന്മാരും വന്നോട്ടെ. തൊട്ടടുത്ത മഹലിൽ കൂടി വേണം, അതും കൂട്ടിക്കൂടി 2, 3, 4 മഹലിലെടുത്തോളി. അവിടെയുള്ള എല്ലാവരും വരട്ടെ. എന്നിട്ട് അലിബി സഖാഫി വരട്ടെ ഇൻഷാ അല്ലാഹ്. നമുക്ക് ഇതേപോലെ തുറന്ന വേദിയിൽ ആദ്യം ഒരു കൂട്ടർ സംസാരിക്കുന്നു, ശേഷം മറ്റൊരു സംസാരിക്കുന്നു. എന്നിട്ട് പോലെ അവിടെ ഇരിക്കുക. ഈ കൂടിയ ആളുകൾക്ക് ആർക്കും ഈ 2 പണ്ഡിതന്മാരിൽ ആരോടും ചോദ്യങ്ങൾ ഉന്നയിക്കാം. ആണു പെണ്ണു വ്യത്യാസമില്ല. അതാണ് അംഗീകരിച്ചത്. അതിൽ നിന്ന് ഒരടി പിറകോട്ട് പോകരുത് എന്നാണ് സൂചിപ്പിക്കാൻ. ഇൻഷാ അല്ലാഹ് പറ്റാവുന്ന ഡേറ്റ് എന്നാണോ അത് നിങ്ങൾ നാട്ടിലെ കുറിച്ച് തീരുമാനിച്ചാൽ മതി, കുഴപ്പമില്ല. താജുദ്ദീൻ സലാഹി നാട്ടുകാരനാണ്, ഇവിടെ ചോദിച്ച അദ്ദേഹം നാട്ടുകാരനാണ്. നിങ്ങൾ തമ്മിൽ നാളെ തന്നെ ഒന്ന് കണ്ടാളി. താജുദ്ദീന്റെ വീട്ടിൽ അങ്ങോട്ട് പോവേ, താജുദ്ദീൻ നിങ്ങളെ വീട്ടിൽ അങ്ങോട്ട് വരെ ചെയ്തോളൂ. എന്നിട്ടൊന്ന് കൂടി ആലോചിച്ചിട്ട് നിങ്ങൾ പറ്റുന്ന ഡേറ്റ് പറഞ്ഞോളി. അത്രേ ആവശ്യമുള്ളൂ. വിഷയം തന്നെ ആയിക്കോട്ടെ, നബിദിനാഘോഷം തന്നെ ആയിക്കോട്ടെ, നബിദിനാഘോഷം തന്നെ ആയിക്കോട്ടെ വിഷയം. ഇനി അതിന്റെ പേരിലും പ്രശ്നമില്ലല്ലോ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ നമുക്ക് ആനർക്ക് നീങ്ങാം. അൽഹംദുലില്ലാഹ് ഇതൊരു നല്ല ഒരു തുടക്കമായി, ഇത് തുറവിയായി, ഇതൊരു ഫതഹിന്റെ ആരംഭമായി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അല്ലാഹു തആല ആ നിലക്ക് തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ.